എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോറി മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇനി നിങ്ങളില്ലാതെ പറ്റില്ല എന്ന തോന്നൽ വരും എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ വണ്ട് പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങാണ് ആദ്യം പറയുന്നത്. തീർച്ചയായിട്ടും ഈ പൈൽ സ്വീകരിച്ച ആളുകളെ സംബന്ധിച്ച് ഇതുവരെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ചില തടസ്സങ്ങളുണ്ടായിരുന്നു. ആ വ്യക്തിക്ക് നിങ്ങളോട് ആകർഷണം ഉണ്ടായിരിക്കാം, ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കാം. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോട് സ്നേഹമുണ്ടായതുപോലെ തന്നെ ആ വ്യക്തിക്ക് നിങ്ങളോട് ചിലപ്പോൾ ചില ആകർഷണങ്ങളൊക്കെ തോന്നിയിരിക്കാം. പക്ഷേ മനസ്സ് തുറന്ന് നിങ്ങളെ സ്നേഹിക്കുന്നതിനോ നിങ്ങളെ പ്രണയിക്കുന്നതിനോ നിങ്ങളുടെ ഇഷ്ടത്തെ അംഗീകരിച്ചു എന്ന് നിങ്ങൾ അറിയാതെ പറയുവാനോ ഒന്നും ആ വ്യക്തി ഇതുവരെ തുനിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും നിങ്ങളെ ആഗ്രഹിക്കുന്നതിൽ നിന്നും ആ വ്യക്തിയെ മറ്റെന്തൊക്കെയോ തടയുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ സ്വീകരിക്കുവാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് അത്രമേൽ പ്രാധാന്യമുണ്ടോ, അല്ലെങ്കിൽ അത്രമേൽ മനസ്സിന് ആകർഷിക്കാവുന്ന ഒരാളാണോ നിങ്ങൾ? മറ്റു പലരെയും പോലെ ഒരാൾ മാത്രമായി നിങ്ങൾ അവശേഷിച്ചിരുന്ന ഒരു കാലഘട്ടം. നിങ്ങളപ്പോൾ കരുതിയിരുന്നു, എങ്ങനെ ഈ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് എൻ്റെ ചിന്തകൾ എത്തിക്കാം, എന്നെ ആ വ്യക്തി എങ്ങനെ സ്നേഹിക്കും, അതിനുവേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്യണമെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിലൊന്നും വിജയിക്കാതിരുന്ന നിങ്ങളോട് തോന്നുന്ന ആ ആകർഷണം, അത് നിങ്ങൾ കൂടിയേ തീരൂ, അല്ലെങ്കിൽ നിങ്ങളില്ലാതെ പറ്റില്ല, നിങ്ങളെ കിട്ടിയേ തീരൂ എന്ന നിലയിലേക്ക് എങ്ങനെയാണ് എത്തുക എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഒരാശങ്കയും അതുതന്നെയാണ്. ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുമോ, സ്നേഹിക്കുമോ, എങ്ങനെ ആ വ്യക്തിയിലേക്ക് എത്തിച്ചേരാം, എങ്ങനെ ആ വ്യക്തിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നൊക്കെയാണ്. പക്ഷേ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ്. നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള നിലയിലേക്ക് ആ വ്യക്തി എത്തുകയാണ്. നിങ്ങളുടെ പ്രണയത്തെ സ്വീകരിക്കാതിരിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല. ആരൊക്കെയാണോ, ഏതൊക്കെ കാരണങ്ങളാണോ, ഏതൊക്കെ സാഹചര്യങ്ങളാണോ നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നും നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിൽ നിന്നും നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ ആ വ്യക്തിയെ പറയാൻ മടിപ്പിച്ചത്, അല്ലെങ്കിൽ തടഞ്ഞത്, ആ കാര്യങ്ങൾ മാറി ഇപ്പോൾ കേവലം നിങ്ങളിലേക്ക് ഒതുങ്ങുകയാണ് ആ വ്യക്തി. നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് ഒന്നും ഇനി സാധ്യമല്ല, എല്ലാം നിങ്ങളായി മാറുന്നു. അതായിട്ട് രണ്ടാമത്തെ പൈൽ സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു ആകർഷണവുമില്ലാതെ, ഒരു പ്രത്യേകതയുമില്ലാതെ ജീവിതത്തിൽ നിങ്ങൾ ആ വ്യക്തി എന്ന നിലയ്ക്ക് കഴിഞ്ഞു പോകുന്നു. ലോകത്തെ ഒരുപാട് ആളുകളിൽ രണ്ടുപേർ മാത്രമായിരുന്നു ഇതുവരെ നിങ്ങൾ. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നെങ്കിലെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു. പക്ഷേ അതിന് ആഴമുണ്ടായിരുന്നില്ല. നിങ്ങളൊട്ടും കോൺഫിഡൻസ് നിങ്ങളിൽ ആ പ്രണയത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കും, ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടും, ആ വ്യക്തി നിങ്ങളെ വേണമെന്ന് ശാഠ്യം പിടിക്കും, അല്ലെങ്കിൽ ഒരു മാത്രമെങ്കിലും ആ വ്യക്തി നിങ്ങളുടെ പ്രണയത്തിൻ്റെ മുമ്പിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയും നിങ്ങൾക്കുണ്ടായിരുന്നില്ല. അതിന് പ്രസക്തിയും ഉണ്ടായിരുന്നില്ല, അതിന് സാധ്യതയും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെ ആലോചിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഉണ്ടായിരിക്കാനുള്ള ഒരു സാധ്യതയും നിങ്ങൾ കണ്ടില്ലായിരുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആഗ്രഹങ്ങൾ പോലും പലപ്പോഴും നിങ്ങൾ കുഴിച്ചു മൂടിയിരുന്നു. കാരണം ഞാനെന്ന വ്യക്തി ആ വ്യക്തിയെ സംബന്ധിച്ച് അപ്രസക്തമാണ് എന്നുള്ള ചിന്തയായിരുന്നു നിങ്ങളെ പിന്തുടർന്നു കൊണ്ടിരുന്നത്. പക്ഷേ നിങ്ങളുടെ പ്രതീക്ഷകളെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആശങ്കകളെ, നിങ്ങളുടെ വെല്ലുവിളികളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം ആ വ്യക്തിക്കുണ്ടായിരിക്കുന്നു.
നിങ്ങളിപ്പോഴാണ് അറിയുന്നത്, ഇനി അറിയാൻ പോകുന്നത്. ആ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ അത് നിങ്ങളായിരുന്നു എന്നുള്ള രീതിയിലേക്ക് എത്തുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഇടം കണ്ടുവച്ചിരുന്നു. പുറമേ പറയാതിരുന്നതും നിങ്ങളറിയാതിരുന്നതും നിങ്ങൾക്ക് അജ്ഞാതമായിരുന്നു. നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, നിങ്ങളൊട്ടും കരുതാത്ത രീതിയിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു, നിങ്ങളെ മനസ്സിലാക്കി, നിങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോയ ഒരു വ്യക്തി, നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നൊരു വ്യക്തി, അങ്ങനെ ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി മാറുകയാണ്. നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള തോന്നൽ അനുനിമിഷവും ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുകയാണ്. അലിഞ്ഞലിഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ആ വ്യക്തി അലിഞ്ഞലിഞ്ഞില്ലാതെയാകുകയാണ്. കാരണം നിങ്ങളുടെ അപ്പുറത്തേക്ക് ഒരു ചിന്തയുമില്ല. നിങ്ങളെ പ്രണയിക്കണം, നിങ്ങളുടേതാകണമെന്ന് മാത്രമാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.